ഹായ് ഡിയേഴ്സ്, ഇന്ന് നാം പറയാൻ പോകുന്നത് ബിഹേവിയറൽ ഡയഗ്രത്തിൻ്റെ ലാസ്റ്റ് രണ്ട് ഡയഗ്രങ്ങളായ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രത്തിനെയും ആക്ടിവിറ്റി ഡയഗ്രത്തിനെയും കുറിച്ചിട്ടാണ്. എന്താണ് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം എന്നും അതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം. എ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം ഡിസ്ക്രൈബ്സ് എ സ്റ്റേറ്റ് മെഷീൻ. നമുക്കറിയാം സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം ഉപയോഗിക്കുന്നത് സ്റ്റേറ്റ് മെഷീൻ ഡിസ്ക്രൈബ് ചെയ്യാം. സ്റ്റേറ്റ് മെഷീൻ എന്ന് പറയുമ്പോൾ മെയിലി മെഷീൻ, മോ മെഷീൻ പോലുള്ള ഓട്ടോമേഷൻ മെഷീനുകളാണ്. ആ മെഷീനിൻ്റെ ഓരോ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ് മെഷീൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ മെഷീൻ വിച്ച് ഡിഫൈൻസ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ആൻ ഒബ്ജെക്റ്റ് ആൻഡ് ദി സ്റ്റേറ്റ്സ് ആർ കൺട്രോൾഡ് ബൈ എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ ഇവൻറ്റ്സ്. ഈ സ്റ്റേറ്റ് മെഷീനുകളിൽ ഡിഫറെൻറ്റ് ഇവൻറ്റ്സ് ഉണ്ടാവും. അത് നമുക്ക് ഇപ്പോൾ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ പറയുമ്പോൾ അതിൽ പറഞ്ഞ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സുകളുണ്ട്. അതായത് ക്യൂ എന്ന് പറയും, ക്യൂ നോട്ട്, ക്യൂ 1, ക്യൂ 3 അങ്ങനെ പോകുന്ന സ്റ്റേറ്റുകൾ. ഓരോ സ്റ്റേറ്റിനും അതിൻ്റേതായിട്ടുള്ള ഫങ്ഷനും അതിനായിട്ടുള്ള ഇൻപുട്ടുകളും എല്ലാം ഉണ്ട്, ട്രാൻസിഷൻ ഉണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. ആ ഒരു അങ്ങനെയുള്ള സ്റ്റേറ്റ് മെഷീനെ റെപ്രസെൻറ്റ് ചെയ്യാനായി കാണിക്കാനുള്ള റെപ്രസെൻറ്റേഷനുള്ള ഡയഗ്രമാണ് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റേറ്റ് മെഷീൻ വിച്ച് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, പലതരത്തിലുള്ള ഓരോ സ്റ്റേറ്റിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ടുള്ള ഇവൻറ്റ്സുകളും ഉണ്ട്. അപ്പോൾ നമ്മളിത് ഒറ്റ എക്സാമ്പിൾ വെച്ചുകൊണ്ട് എല്ലാം പറയുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഓരോന്നിലും എങ്ങനെയാണ് ഡയഗ്രാം വരുന്നത് എന്നനുസരിച്ചിട്ട് ഇവിടെ ഒബ്ജക്റ്റ് മനസ്സിലാക്കണം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒബ്ജക്റ്റിനെ മനസ്സിലാക്കണം എന്നുള്ള കാര്യം. പിന്നെ എന്തൊക്കെ ഇവൻറ്റ്സ്, എന്തൊക്കെ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ എന്തൊക്കെ അസോസിയേഷൻസ്, എന്തൊക്കെ കൺസ്ട്രെയിൻസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ആ ഒരു ഡയഗ്രാം വരയ്ക്കാൻ കഴിയുള്ളൂ. ഇനി എന്താണ് ഒരു സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രത്തിൻ്റെ പർപ്പസ് എന്നാണ് നോക്കാം. മെയിനായിട്ടുള്ള പർപ്പസ് ഒന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു ബിഹേവിയർ ഡയഗ്രാം ആയതുകൊണ്ട് ഡൈനാമിക് ആസ്പെക്ട്സ് ആണ് സിസ്റ്റത്തിൻ്റെ കാണിക്കുന്നത്. ഡൈനാമിക്കായ ചേഞ്ചുകളാണ് കാണിക്കാൻ കഴിയുക. അതുകൊണ്ട് ഫസ്റ്റത്തെ പോയിന്റ് ടു മോഡൽ ദ ഡൈനാമിക് ആസ്പെക്റ്റ് ഓഫ് എ സിസ്റ്റം. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ലൈഫ് ടൈം ഓഫ് റിയാക്റ്റീവ് സിസ്റ്റമാണ്. റിയാക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആ ലൈഫ് സ്പാന് മോഡൽ ചെയ്യാനും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്, ലൈഫ് ടൈമിൽ ഓരോ സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഡിസ്ക്രൈബ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഡ്യൂറിങ് ഇറ്റ്സ് ലൈഫ് ടൈം. അതിൻ്റെ ഓരോ ലൈഫ് ടൈമിൽ എല്ലാ ഒബ്ജക്റ്റുകളെ ഡിഫൈൻ ചെയ്യാനും മോഡൽ ചെയ്യാനും ഒക്കെ ഓരോ സ്റ്റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനും സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സ്റ്റേറ്റ് മെഷീനെ മോഡൽ ചെയ്യാനും ഉപയോഗിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ പോലുള്ള മെഷീനുകൾ, മീലി മോർ മെഷീനും പോലുള്ള മെഷീനുകളെ ഡിഫൈൻ ചെയ്യാനും ഇത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം. ഹൗ ടു ഡ്രോ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം, എങ്ങനെയാണ് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം വരയ്ക്കുക. സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ബിഫോർ ഡ്രോയിങ് ദ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം വി ഷുഡ് ക്ലാരിഫൈ ദ ഫോളോയിങ് പോയിൻറ്റ്സ്. മെയിനായിട്ട് നമ്മൾ അറിയേണ്ട പോയിന്റ്, ഒരു സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം വരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് നമുക്കറിയാം ഒബ്ജക്റ്റ്, ഓരോ സ്റ്റേറ്റിലെ ഒബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓരോ സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞു സ്റ്റേറ്റ് അറിഞ്ഞിരിക്കണം. എന്തൊക്കെ എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഇവൻറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് അറിയാം. അത് ഫസ്റ്റത്തെ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം ഡിഫൈൻ ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആ കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞാൽ മാത്രമേ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം വരയ്ക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഐഡൻറ്റിഫൈ ദ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റ് ടു ബി അനലൈസ്, എന്തൊക്കെ ഒബ്ജക്റ്റുകളാണ് വേണ്ടതെന്ന് അനലൈസ് ചെയ്യണം. പിന്നെ ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്, ഐഡൻറ്റിഫൈ ദ ഇവൻറ്റ്സ്. വേർ ടു യൂസ് സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം. ഇനി എവിടേക്കാണ് ഈ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ കേസുകളിലാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഫോർവേഡ് ആൻഡ് റിവേഴ്സ് എഞ്ചിനീയറിംഗിന് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സ്റ്റേറ്റ് മെഷീനിലെ സ്റ്റേറ്റ് ചേഞ്ചസിനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഒബ്ജക്റ്റ് സ്റ്റേറ്റ്, ഒരു സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റ് സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടി അതൊക്കെ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. റിയാക്റ്റീവ് സിസ്റ്റം അപ്പുറത്ത് പറഞ്ഞ അതേ പോയിൻ്റ് തന്നെയാണ്. അത് പർപ്പസ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ, മെയിൻ യൂസേജ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ടു മോഡൽ ദ ഒബ്ജക്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് എ സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റ് സ്റ്റേറ്റിനെ കാണിക്കാൻ യൂസ് ചെയ്യാറുണ്ട്. ടു മോഡൽ റിയാക്റ്റീവ് സിസ്റ്റം മോഡൽ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. അതിൽ മെയിനായിട്ട് റിയാക്റ്റീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളൊക്കെ ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇവൻസിൻ്റെ സ്റ്റേറ്റ് ചേഞ്ചുകളിൽ വരുന്ന ഇവൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് എഞ്ചിൻ, അത് എല്ലാം കോമൺ ആയിട്ട് വരുന്നൊരു പോയിൻ്റാണ്, മോഡൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഇനീഷ്യലൈസേഷനാണ്. അത് തുടങ്ങുമ്പോൾ എപ്പോഴും ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. പിന്നെ ഐഡിയൽ സ്റ്റേറ്റാണ്, അതായത് അവിടെ ഒന്നും പ്രത്യേകിച്ച് നടന്നിട്ടില്ല, അതാണ് ഐഡിയൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് ഒബ്ജക്റ്റ്, അത് ഫസ്റ്റത്തെ ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇനീഷ്യലൈസേഷൻ കൊടുക്കുക, ഇവിടെ ഇനീഷ്യലൈസേഷൻ ഓഫ് ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്,
ഒരു ഓർഡർ നമ്മളൊരു ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റമാണല്ലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഓർഡർ ചെയ്യാനുള്ള റിക്വസ്റ്റ് അയക്കണം, സെൻഡ് ഓർഡർ റിക്വസ്റ്റ്. അതാണ് ഫസ്റ്റ് അവിടെ ഇനീഷ്യലൈസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റത്തെ സ്റ്റേജ് ഇതാണെങ്കിൽ സെക്കൻഡ് എന്താണ്, ഇതാണ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സെൻഡ് ഓർഡർ. അങ്ങനെ ഓർഡർ റിക്വസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഓർഡർ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് അവിടെ, അതായത് ഇൻപുട്ടിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്നത് ട്രാൻസിഷനാണ്. ഡെൽറ്റ എന്നുള്ള പറഞ്ഞ ട്രാൻസിഷനാണ് അവിടെ നടക്കുന്നത്. ട്രാൻസിഷൻ ആണ് എന്താണ്, എന്ത് ഓർഡറാണ് എന്നുള്ളതൊക്കെ തീരുമാനിക്കൽ. സ്പെഷ്യൽ ഓർഡറാണോ അല്ലെങ്കിൽ നോർമൽ ഓർഡറാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓർഡർ കൺഫേം ചെയ്യൽ. അപ്പോൾ ഇവിടെ എന്താണ്, ആക്ഷനാണ്. നോർമലായിട്ട് ഇവിടുന്ന് ഈ ഒരു ഓർഡർ സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് നോർമലായിട്ട് എക്സിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ, ട്രാൻസാക്ഷൻ വഴി എന്ത് ഓർഡറാണ് തന്നിട്ടുള്ള ഓർഡർ, സ്പെഷ്യൽ ഓർഡറാണോ നോർമൽ ഓർഡറാണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് അവിടെയാണ് ആക്ഷൻ നടക്കുക. അത് നിർബന്ധമായിട്ട് ഓർത്തിക്കേണ്ട ഒരു കാര്യമല്ല. സ്പെഷ്യലാണോ നോർമൽ, അതിനനുസരിച്ചിട്ട് എന്താണ് ഓർഡർ കൺഫർമേഷൻ കൊടുക്കും. ഓർഡർ കൺഫർമേഷൻ കൊടുത്ത് പിന്നെ ഡിസ്പാച്ച്, പിന്നെ എന്താണ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. അങ്ങനെ എന്താണ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞാൽ എന്താണ്, അത് ഫൈനൽ സ്റ്റേറ്റിലോട്ട് പോയി. അതാണ് ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അതല്ല സെൻഡ് ഓർഡർ റിക്വസ്റ്റ് ശരിക്കും കറക്റ്റായിട്ട് ഇങ്ങോട്ട് എത്തിയില്ല എന്ന് വിചാരിക്കുക. നോർമലായിട്ട് എക്സിറ്റ് ചെയ്യേണ്ട കേസ് എന്താണ്, അബ്നോർമലായിട്ട് എക്സിറ്റ്, അതായത് അവിടെ നിന്നൊക്കെ ഫെയിലിയർ ആണ്. നമ്മൾ റിക്വസ്റ്റ് പോയിട്ടില്ലെങ്കിൽ അത് ഫെയിലിയർ, അതാണ് അബ്നോർമൽ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ. നോർമൽ എക്സിറ്റ് ആണെങ്കിൽ എന്താണ്, ഓർഡർ എന്താണെന്ന് കൺഫേം ആക്കിയിട്ട് അതിലേക്ക് വരും. അതാണ് സ്റ്റേജ് ചാർട്ട്. ഓരോ സ്റ്റേജിനെ കാണിക്കും. ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജ്, ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ്, ട്രാൻസിഷൻ സ്റ്റേറ്റ്, അങ്ങനെ ഓരോ സ്റ്റേറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് പറയുന്നത് ആക്ടിവിറ്റി ഡയഗ്രാം, ലാസ്റ്റത്തെ ബിഹേവിയർ ഡയഗ്രമായ ആക്ടിവിറ്റി ഡയഗ്രാം. ആക്ടിവിറ്റി ഡയഗ്രത്തിൽ പറയുന്നത് ആക്ടിവിറ്റീസുകളാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഫ്ലോ ചാർട്ട് റെപ്രസെൻറ്റേഷൻ നടത്തുന്ന പോലെയാണ് ഈ ആക്ടിവിറ്റി ഡയഗ്രം യൂസ്. ശരിക്കും ഫ്ലോ ചാർട്ട് തന്നെ. ഫ്ലോ ചാർട്ട് എങ്ങനെയാണ്, ആ ഒരു മാനറിൽ തന്നെയാണ് ഇതിൻ്റെ ഡയഗ്രം കാണിക്കുന്നത്. ആക്ടിവിറ്റി ഡയഗ്രം ഇസ് ബേസിക്കലി എ ഫ്ലോ ചാർട്ട് ടു റെപ്രസെൻറ്റ് ദ ഫ്ലോ ഫ്രം വൺ ആക്ടിവിറ്റി ടു അനദർ. ആക്ടിവിറ്റി ഡയഗ്രം ബേസിക്കലി എന്താണ്, ഫ്ലോ ചാർട്ടാണ്. ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് എങ്ങനെയാണോ ഫ്ലോ ഉള്ളത് എന്ന് കാണിക്കാനുള്ള ഫ്ലോ ചാർട്ടാണ് ആക്ടിവിറ്റി ഡയഗ്രം എന്ന് പറയുന്നത്. ദ ആക്ടിവിറ്റി ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എൻ ഓപ്പറേഷൻ ഓഫ് ദി സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷൻ എന്താണ് എന്ന് കാണിക്കാനാണ് ആക്ടിവിറ്റി ഡയഗ്രം ഉപയോഗിക്കുന്നത്. ആക്ടിവിറ്റി എന്താണെന്ന് കാണിക്കാൻ. ദ കൺട്രോൾ ഫ്ലോ ഈസ് ഡ്രോൺ ഫ്രം വൺ ഓപ്പറേഷൻ ടു അനദർ. ദിസ് ഫ്ലോ ക്യാൻ ബി സീക്വൻഷ്യൽ, ബ്രാഞ്ച് ഓർ കൺകറൻറ്റ്. എന്താ പറയുന്നത്, കൺട്രോൾ ഫ്ലോ, ഓരോ ഓപ്പറേഷൻ മറ്റൊരു ഓപ്പറേഷനിലേക്കുള്ള കൺട്രോൾ ഫ്ലോ കാണിക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സീക്വൻഷ്യലാവാം. സീക്വൻഷ്യൽ പറഞ്ഞത് ഒരേ മാനറിലാവാം, അല്ലെങ്കിൽ ബ്രാഞ്ചായിട്ടാവാം. ബ്രാഞ്ച് ഒന്നിന്ന് ഒരുപാടെണ്ണം അങ്ങനെ ഒന്നിന്ന് ഒരുപാടെണ്ണത്തിലേക്ക് പോവുക, അങ്ങനെ ബ്രാഞ്ചായിട്ട് പോവുക. കൺകറൻ്റായിട്ട് ഒരേ ഒരു കറക്റ്റ് ഇതിൽ പ്രൊസീജിയറിൽ പോകുന്ന രീതിയിലാവാം. അങ്ങനെ പലതരത്തിലും ഫ്ലോ ഉണ്ടാവാം. ആക്ടിവിറ്റി ഡയഗ്രാംസ് ഡീൽസ് വിത്ത് ഓൾ ടൈപ്പ് ഓഫ് ഫ്ലോ കൺട്രോൾ ബൈ യൂസിങ് ഡിഫറെൻറ്റ് എലമെൻറ്റ്. ഈ കൺട്രോൾ ഫ്ലോ നമ്മൾ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് വെച്ചിട്ടാണ് ഡീൽ ചെയ്യുക. അതിന് എക്സാമ്പിളാണ് ജോയിൻ, ഫോർക്ക്, ഇങ്ങനെയുള്ള ടേമുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ കൺട്രോൾ ഫ്ലോ ഡിഫൈൻ ചെയ്യൽ. പർപ്പസ് ഓഫ് ആക്ടിവിറ്റി ഡയഗ്രാം. ആ ഒരു ആക്ടിവിറ്റി ഡയഗ്രത്തിൻ്റെ പർപ്പസ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ആക്ടിവിറ്റി ഡയഗ്രത്തിൻ്റെ പർപ്പസ്, നമ്മുടെ ആക്ടിവിറ്റി ഡയഗ്രം എന്താണെന്ന് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. ആക്ടിവിറ്റി ഫ്ലോ ഡിഫൈൻ ചെയ്യാനാണ്, അല്ലെങ്കിൽ ഡ്രോ ചെയ്യാനാണ്. പിന്നെ ഡിസ്കവർ സീക്വൻസ് ഫ്രം വൺ ആക്ടിവിറ്റി, ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മറ്റൊരു ആക്ടിവിറ്റിയിലുള്ള സീക്വൻസ് ഡിഫൈൻ ചെയ്യാൻ. പാരലൽ ആയിട്ടുള്ള ഡിഫൈൻ ചെയ്ത്, കോൺകറൻ്റ് ആയിട്ട്, ബ്രാഞ്ച്ഡ് ആയിട്ട്, ആ ഒരു അപ്പുറത്ത് പറഞ്ഞ പോയിൻ്റ് തന്നെയാണ് നമ്മൾ മറ്റൊരു രീതിയിലാക്കിയിട്ട് പർപ്പസിൽ പറയാമെന്ന് മാത്രം. അപ്പോൾ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റേതെല്ലാം നമുക്ക് പറയാൻ കഴിയും. ഡിസ്ക്രൈബ് ദ പാരലൽ, ബ്രാഞ്ച് ആൻഡ് കോൺകറൻറ്റ് ഫ്ലോ ഓഫ് ദി സിസ്റ്റം. പിന്നെ എങ്ങനെയാണ് ഒരു ആക്ടിവിറ്റി ഡയഗ്രാം വരയ്ക്കുക, ആക്ടിവിറ്റി ഡയഗ്രാം വരയ്ക്കുക എന്തൊക്കെ അറിയണം, അവിടെയുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയണം, അവിടെയുള്ള അസോസിയേഷൻസ് എന്തൊക്കെയാണെന്ന് അറിയണം, അവിടെയുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് അറിയണം, അവിടെ യൂസ് ചെയ്യുന്ന കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണെന്ന് അറിയാം. ഇത്ര 4 കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആക്ടിവിറ്റി ഡയഗ്രാം വരയ്ക്കാം. പിന്നെ താഴത്തെ ഒരു ആക്ടിവിറ്റി ഡയഗ്രത്തിൻ്റെ എക്സാമ്പിളാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അതിൽ മെയിനായിട്ട് വരുന്ന 4 തരത്തിലുള്ള ആക്ടിവിറ്റീസാണ്. അത് ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർ ഒരു ഓർഡർ സെൻഡ് ചെയ്യുക, അതൊരു ആക്ടിവിറ്റി. പിന്നെ ഓർഡറിൻ്റെ റെസിപ്റ്റ്, അതൊരു ആക്ടിവിറ്റി. ഓർഡർ കൺഫേം ചെയ്യുന്ന മറ്റൊരു ആക്ടിവിറ്റി, ഓർഡർ ഡിസ്പാച്ച് ആവുന്നത്
മറ്റൊരു ആക്ടിവിറ്റി. അത് 4 ആക്ടിവിറ്റി മെയിനായിട്ട് അടങ്ങിയിട്ടുള്ളൊരു ഡയഗ്രാമാണ് ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റം. നമുക്ക് നോക്കാം. അപ്പോൾ പറയുന്നത് എന്താണ്? ഫസ്റ്റ് സെൻഡ് ഓർഡർ ബൈ ദ കസ്റ്റമർ, അതാണ് ഒരു ആക്ടിവിറ്റി ഒന്ന്. സെൻഡ് ഓർഡർ ബൈ ദ കസ്റ്റമർ. ഓർഡർ റെസിപ്റ്റാണ് പിന്നെ അടുത്ത് പറയുന്നത്, അതായത് പിന്നെ കൺഫർമേഷൻ. അതെല്ലാം തന്നെ നമുക്കറിയാം. ആ ഡയഗ്രാം നോക്കിയാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവുക. എൻഡ് കർവായിട്ടുള്ള റെക്റ്റാങ്കിളിലാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആരോ മാർക്ക് ഇട്ടുകൊടുന്നാണ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റാണ് ഇത്. ഇനി അവിടുന്ന് ഫസ്റ്റത്തെ ആക്ടിവിറ്റി കസ്റ്റമർ സെൻഡ് ആൻഡ് ഓർഡർ. ഒരു കസ്റ്റമർ ഒരു ഓർഡർ റിക്വസ്റ്റ് അയച്ചു. പിന്നെ ഓർഡർ റിക്വസ്റ്റ് സിസ്റ്റം കൺഫേം. സിസ്റ്റം എന്താണ്? അതിൻ്റെ റെസിപ്റ്റ് കൺഫേം ചെയ്യാണ്. ഇത് രണ്ടും തന്നെ ആക്ടിവിറ്റികളാണ്. ഒന്ന് ഓർഡർ അയക്കുന്നതും ഓർഡർ അവിടെ രണ്ട് ആക്ടിവിറ്റിയാണ്. പിന്നെ ഈ കൺഫർമേഷൻ ഇതൊരു ആക്ടിവിറ്റിയാണ്, ഇതൊരു ആക്ടിവിറ്റി. അപ്പോൾ ഇവിടെ ഇത് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ആക്ടിവിറ്റീസിന്. ഇതും ആക്ടിവിറ്റീസാണ്. ഇങ്ങനെ ചെയ്ത ആക്ടിവിറ്റി രണ്ട് തരത്തിലുള്ള ഓർഡറാണ് നമ്മൾ കോമൺ ആയിട്ട് ഇതിൽ പറയാം. നോർമൽ ഓർഡർ, സ്പെഷ്യൽ ഓർഡർ. അപ്പോൾ ആദ്യം നോർമൽ ഓർഡറാണോ സ്പെഷ്യൽ ഓർഡറാണോ ചെക്ക് ചെയ്യണം. കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കണ്ടീഷൻ നമുക്കറിയാം ഡയമണ്ട് സിമ്പിളാണ് ഉപയോഗിക്കുക കണ്ടീഷൻ. യെസ്. അപ്പോൾ ഇതൊരു നോർമൽ ഓർഡറാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. നോർമൽ ഓർഡറാണ് യെസ് എങ്കിൽ എന്ത് ചെയ്യും? കൺഫേം ഓർഡർ കൺഫേം ചെയ്യും, ഡിസ്പാച്ച് ആവും. നോ എങ്കിൽ എന്ത് ചോദിക്കും? സ്പെഷ്യൽ ഓർഡർ. നോർമൽ ഓർഡർ അല്ലെങ്കിൽ പിന്നെ എന്താണ്? സ്പെഷ്യൽ ഓർഡർ ആണോ ചോദിക്കും. അപ്പോൾ സ്പെഷ്യൽ ഓർഡർ ആണ് എങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും ഇതുപോലെ തന്നെ ഓർഡർ കൺഫേം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ റിക്വസ്റ്റ് ടെർമിനേറ്റ് ചെയ്യും, ഒഴിവാക്കും. രണ്ടേതെങ്കിലും ഒരു ഓർഡർ ആവുമല്ലോ. ഒന്നെങ്കിൽ സ്പെഷ്യൽ ഓർഡർ, ഈ രണ്ട് ഓർഡർ എടുക്കുന്നു എങ്കിൽ എന്ത് ചെയ്യും? അത് ടെർമിനേറ്റ് ചെയ്യും, അത് ഒഴിവാകും. അല്ലാത്ത കേസ് എന്ത് ചെയ്യും? വീണ്ടും ഇങ്ങനെ പോയി ഇതിലൂടെ പോയി ഡിസ്പാച്ച്. അങ്ങനെയാണ് സ്റ്റേജ് എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടാവുമെന്ന് കരുതുന്നു. ഈസിയാണ്. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു ഡയഗ്രം കൂടി നമ്മുടെ സിലബസിൽ കാര്യമായിട്ട് പറഞ്ഞ പാക്കേജ് ഡയഗ്രം ഉണ്ട്, അതും കൂടി പറയാം. ഓക്കെ, താങ്ക് യു.